വാറ്റിക്കാനിൽ മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കലിനെ പൂർണ്ണമായും തകർക്കുന്നത്ര വലിയൊരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താകും സംഭവിക്കുക? നൂറ്റാണ്ടുകളോളം ഈ സത്യം ഒരിക്കലും ഇല്ലാതാക്കിയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് വിശുദ്ധ ഭൂമിയുടെ അടിയിൽ അടച്ചുവെച്ചതും മൗനം, ഭയം, ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം എന്നിവ കൊണ്ട് സംരക്ഷിച്ചതുമാണ്. വാറ്റിക്കാനിന്റെ ആഴത്തില് മാർബിൾ ഹാളുകളും പ്രാർത്ഥനാമുറികളും കടന്നതിന് താഴെ നാഗരികതയ്ക്ക് അത്യന്തം അപകടകരമെന്ന് കരുതുന്ന അറിവ് കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭദ്രഗ്രഹമുണ്ട്. ആ ഭദ്രഗ്രഹത്തിനുള്ളിലുള്ളത് പുരാണങ്ങളോ ചിഹ്നങ്ങളോ ആയി എഴുതിയതല്ല, മറിച്ച് അത്യാവശ്യവും ഭയവും ഉല്ലാസകരമായ വ്യക്തതയും നിറഞ്ഞ സാക്ഷ്യപത്രങ്ങളാണ്. അവിടെയുള്ള ഷെൽഫുകൾ അനന്തമായി നീളുന്നു, മനുഷ്യനെ പ്രകാശിപ്പിക്കാനല്ല, മറിച്ച് അവരുടെ അനിവാര്യമായ ഉണർവിനെ വൈകിപ്പിക്കാൻ വേണ്ടി സംരക്ഷിച്ചിരിക്കുന്ന നിരോധിത അറിവുകളാണ് അവയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഗ്രന്ഥങ്ങളെ സ്പർശിക്കാൻ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത കുറച്ചുപേരെ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അതിനുശേഷം ആരും സ്വതന്ത്രമായി സംസാരിച്ചിട്ടില്ല. പഴയ രേഖകള്, പ്രകാശമുള്ള വസ്തുക്കള് ആകാശത്തുനിന്ന് താഴേക്ക് ഇറങ്ങുന്നതായി, മനുഷ്യര് താഴെ സഹായം ചെയ്യാനാവാതെ ഭയത്തോടെയും അകമഴിഞ്ഞു നിന്നതായി വിവരിക്കുന്നു. ഈ വസ്തുക്കള് ബുദ്ധിയോടും നിയന്ത്രണത്തോടുമാണ് പെരുമാറിയത്. പുരാതന സംസ്കാരങ്ങൾ സൃഷ്ടിക്കാനോ പൂർണ്ണമായി മനസ്സിലാക്കാനോ കഴിയാത്തതുപോലെ. ഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ച് പരാമർശിക്കുന്നത് വാച്ചേഴ്സ് എന്നറിയപ്പെടുന്ന ജീവികളെയാണ്. ഇവരെ ദൈവങ്ങളായല്ല, നിരീക്ഷകരായി സ്ഥിരമായി വിവരിക്കുന്നു. അവരുടെ സാന്നിധ്യം മതപരമായ ആരാധനയിലൂടെയോ പ്രതീകാത്മക ദൈവത്വത്തിലൂടെയല്ല, മറിച്ച് അതിക്രമമായ മേൽക്കോയ്മയിലൂടെ കീഴടങ്ങലാണ് പ്രചോദിപ്പിച്ചത്. ഈ ജീവികൾ പുറത്തുപോയപ്പോൾ സാക്ഷികൾ ആ നിമിഷം ചരിത്രം തന്നെ മറക്കാത്തതായാണ് രേഖപ്പെടുത്തിയത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിവരിച്ചിരുന്ന അതേ നക്ഷത്രങ്ങൾ ഇന്നും കാണപ്പെടുന്നു. കാലക്രമത്തില് തുടർച്ചയായ നിരീക്ഷണം സൂചിപ്പിക്കുന്നു. ഈ സമാഗമങ്ങൾക്ക് ശേഷം മനുഷ്യ സംസ്കാരങ്ങൾ സ്വാഭാവികമായ വളർച്ചയ്ക്ക് സാധാരണയായി കഴിയുന്നതിലുപരി വേഗത്തിൽ മുന്നേറി. ആധുനിക എഞ്ചിനീയറിംഗ് വിശദീകരണങ്ങൾക്കും ഇന്നും വെല്ലുവിളിയാകുന്ന കൃത്യതയോടെ ഭീമമായ ഘടനകൾ ഉദിച്ചു. വത്തിക്കാനകത്ത് ഈ കണ്ടെത്തലുകളുടെ അർത്ഥവും പൊതുജന പ്രതികരണത്തിന്റെ ഭയവും നേരിട്ട് നേതാക്കൾ അലയായിരുന്നു. ചില രേഖകൾ ശാശ്വതമായി ഇല്ലാതാകാൻ സമീപിച്ചിരുന്നു. ഉദ്ദേശപൂർവ്വം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അവസാന നിമിഷം മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്. വാൾട്ട് മുദ്രവെച്ചപ്പോ ഈ അപകടകരമായ അറിവ് നിയന്ത്രിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട മാർഗം നിശബ്ദതയായിരുന്നു. രഹസ്യത്വം നിലനിൽക്കുമ്പോഴും തിരിച്ചുവരവിന്റെ സാധ്യത അവഗണിക്കാൻ വിറയാതെ വത്തിക്കാൻ ആകാശം നിരീക്ഷിക്കുന്നത് തുടർന്നു. വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഡേറ്റ ഗൗരവമായ ശ്രദ്ധ ആവശ്യപ്പെട്ടപ്പോൾ ശാസ്ത്രജ്ഞരും മതപണ്ഡിതരും ശാന്തമായി ചേർന്ന് പ്രവർത്തിച്ചു. അറിയപ്പെടുന്ന ഭൗതിക നിയമങ്ങളെയും മനുഷ്യബോധത്തെയും മറികടക്കുന്ന ചലനരീതികൾ വസ്തുക്കൾ കാണിക്കാൻ തുടങ്ങി. പ്രാചീന നക്ഷത്രപ്പടങ്ങൾ ആധുനിക നിരീക്ഷണങ്ങളുമായി പൂർണ്ണമായും ഒത്തുചേരുകയും അതീവ ആശങ്കയുണർത്തുന്ന ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. അന്തരീക്ഷത്തിലും നോക്കുമ്പോൾ ഭൂമി കൂടുതൽ സംരക്ഷിതമല്ലാതെ സ്ഥിരമായ നിരീക്ഷണത്തിലുള്ള ഒരു ഗ്രഹം പോലെയാണ് തോന്നുന്നത്. അവഗാഹനം ശാന്തമായി എത്തുന്നു. വിശ്വാസത്തെ മാറ്റി അവഗണിക്കാൻ കഴിയാത്ത ഒരു അസ്വസ്ഥതയുള്ള ബോധം പകരുന്നു. ചരിത്രം മുഴുവൻ സംസ്കാരങ്ങൾ അപ്രതീക്ഷിതമായി തകർന്നു വീഴുന്നതും അവശിഷ്ടങ്ങളും മറുപടി കിട്ടാത്ത രഹസ്യങ്ങളും മാത്രം ശേഷിക്കുന്നതും രേഖപ്പെടുത്തുന്നു. ഈ ഉപേക്ഷിച്ച നഗരങ്ങൾ പതിയെ ക്ഷയിച്ചോ സ്വാഭാവികമായ പരാജയത്തിലൂടെയോ അല്ലാതെ പെട്ടെന്നുള്ള അപ്രത്യക്ഷതയാണ് സൂചിപ്പിക്കുന്നത്. നാളുകൾക്ക് മുമ്പ് കൊത്തിയ ചിഹ്നങ്ങൾ അലങ്കാര മതചിത്രങ്ങളല്ലാതെ മുന്നറിയിപ്പുകളായി പ്രവർത്തിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ചരിത്രരേഖകൾ ആവർത്തിക്കുന്ന മാതൃകകളും ചക്രങ്ങളും സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്യുന്ന ഉദ്ദേശപൂർവമായ സെൻസർഷിപ്പ് വെളിപ്പെടുത്തുന്നു. സംസ്കാരങ്ങൾ ഉയർന്നു വീണുപോകുന്നു, എങ്കിലും അടിസ്ഥാനമായ മാതൃക ആശങ്കയുണർത്തുന്ന വിധത്തിൽ സ്ഥിരതയോടെ തുടരുന്നു. ഭൂമി ശാന്തമായി തിരിയുന്നു, കാണാനാവാത്തതിന്റെ കീഴില്. എന്നാൽ മനുഷ്യരുടെ സാന്നിധ്യം അതിന് വ്യക്തമായി അറിയാം. വിവരം മുദ്രവെച്ചു വച്ചിരുന്നു. പൊതുജന പ്രതികരണത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തപ്പോൾ മാത്രമാണ് അത് പുറത്തുവിട്ടത്. രഹസ്യത്വം തലമുറകളിലൂടെ രൂപാന്തരപ്പെട്ട് പുരാതന അധികാരത്തെയും ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളെയും കലർത്തി. അറിവ് ഒറ്റപ്പെട്ടതായി മാറി. അതിന്റെ മാനസിക ഭാരമേറ്റ് നടക്കാൻ തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ അതിലേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. മനുഷ്യ ജൈവശാസ്ത്രം നമ്മുടെ DNA സ്വാഭാവികമായ വികാസ പ്രക്രിയകളെക്കാൾ അപ്പുറമുള്ള ഇടപെടലിന്റെ സൂചനകൾ കാണിക്കുന്നു. ഈ പുരാതന രേഖാചിത്രങ്ങളെ പ്രാരംഭ വൈദ്യചികിത്സാ ശ്രമങ്ങളെക്കാൾ നിയന്ത്രിതമായ മാറ്റങ്ങൾക്കാണ് സാമ്യം കാണിക്കുന്നത്. പ്രകാശങ്ങൾ ശബ്ദമില്ലാതെ മുകളിലൂടെ നീങ്ങുമ്പോൾ ആയുകൾ സ്വാഭാവികമായി മുകളിലേക്ക് നോക്കുന്നു. അതിൽ അത്ഭുതം കാണാതെ പരിചിതത്വം അനുഭവിക്കുന്നു. അറിവ് അനിവാര്യവും ആഴത്തിൽ അലോസരപ്പെടുത്തുന്നതുമായപ്പോൾ വിശ്വാസം വളരെ കുറച്ച് ആശ്വാസമേ നൽകുന്നുള്ളൂ. നാളുകളോളം ഉറങ്ങിക്കിടന്നിരുന്ന എന്തോ ഒന്നാണ് ഉണരാൻ തുടങ്ങുന്നത്. നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ഉദ്ദേശപൂർവമായ മൗനം തകർക്കുന്നു. പ്രവചനങ്ങളിനി പ്രതീകാത്മകമല്ല, മറിച്ച് പ്രതീക്ഷിക്കപ്പെടുന്ന സംഭവങ്ങളുടെ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയ സമയരേഖകളായി തോന്നുന്നു. ആധുനിക ജീവിതം സാധാരണ പോലെ തുടരുന്നു, ഗ്രഹത്തിന്റെ മുകളിലൂടെ ശാന്തമായി നീങ്ങുന്നതിനെക്കുറിച്ച് അറിയാതെ. റിപ്പോർട്ടുകൾ ലോകമാകെ വ്യാപിക്കുന്നു, എങ്കിലും ജനങ്ങളുടെ വളരുന്ന ആശങ്കയ്ക്ക് തൃപ്തികരമായ വിശദീകരണം നൽകാൻ യാതൊരു അധികാരവും തയ്യാറാവുന്നില്ല. പരിചിതമായ ഭൗതിക നിയമങ്ങൾ അനുസരിക്കാത്ത വസ്തുക്കളെ കണ്ടെത്താൻ സാങ്കേതിക വിദ്യ ഇറ്റ്സെൽഫ് പോരായ്മ അനുഭവിക്കുന്നു.
നിരീക്ഷണം ഒരിക്കലും പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല. അത് കാലക്രമേണ കൂടുതൽ ശാന്തവും ക്ഷമയോടെയുമായി തീർന്നു. ദൂരത്തിന്ന് നോക്കുമ്പോൾ മനുഷ്യരാശി ചെറുതും തുറന്നതും അപകടകരമായി തയ്യാറില്ലാത്തതുമാണ് തോന്നുന്നത്. പ്രതീക്ഷയുടെ പരിധി പുരാതന ഗ്രന്ഥങ്ങളിൽ തന്നെ വിവരണപ്പെടുത്തിയതുപോലെ സമയം നിർണായകമാവുന്നു. ചില സത്യങ്ങൾ താൽക്കാലികമായി മുദ്രവച്ചിരിക്കുമ്പോഴും ഉയർന്നുവരുന്ന തെളിവുകളും ആഗോള ദൃശ്യങ്ങളും പൂർണ്ണമായ മൗനം കൂടുതൽ അസാധ്യമാക്കുന്നു. ഭൂമിയുടെ മുകളിൽ കാണുന്ന ശാന്തത പാരമ്പര്യത്തിലും രഹസ്യത്തിലും മറഞ്ഞിരിക്കുന്ന ആ ശാന്തതയെ മറയ്ക്കുന്നു. ആകാശം പരിചിതമല്ലാത്ത രീതിയിൽ പെരുമാറുന്നു. അസാധാരണമായ അന്തരീക്ഷ പ്രതികരണങ്ങൾ ഭൂമി തന്നെ സമീപിക്കുന്ന ബാഹ്യ സാന്നിധ്യത്തിന് പ്രതികരിക്കുകയാണെന്ന സൂചന നൽകുന്നു. അന്തരീക്ഷത്തിലൂടെ നടക്കുന്ന ചലനം യാദൃശികതയോ അനിയന്ത്രിതത്വമോ അല്ല, മറിച്ച് ഉദ്ദേശ്യവും ദിശയും സൂചിപ്പിക്കുന്നു. പ്രകടമായ ഘടന സ്വാഭാവികമായി രൂപപ്പെട്ട ബഹിരാകാശ വസ്തുവല്ല, മറിച്ച് വ്യക്തമായി മനുഷ്യനിർമ്മിതമാണ്. ഭൂമി സംരക്ഷണമില്ലാതെ തയ്യാറെടുപ്പില്ലാതെ സമീപത്തേക്ക് സ്ഥിരമായി വരുന്നതിനെക്കുറിച്ച് അറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അലാറങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് സിഗ്നലുകൾ ശാന്തമായി ഉയരുന്നു. ഇത് യാന്ത്രിക തകരാറല്ല, മറിച്ച് ഉദ്ദേശപൂർവമായ നിയന്ത്രണമെന്ന് സൂചിപ്പിക്കുന്നു. അറിയപ്പെടുന്ന ഭൗതികശാസ്ത്രത്തെയും പ്രവചനങ്ങളെയും അവഗണിച്ച് വസ്തുക്കൾ ഭൂമിയുടെ സമീപ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നു. യാഥാർത്ഥ്യം സാങ്കേതിക പ്രതീക്ഷകളെയും മനുഷ്യൻ കരുതുന്ന കാര്യങ്ങളെയും മറികടക്കുമ്പോൾ സിസ്റ്റങ്ങൾ ഓവർലോഡ് ചെയ്യുന്നു. ഈ വെളിച്ചങ്ങൾ ഉദ്ദേശപൂർവവും നിയന്ത്രിതവുമാണ് നീങ്ങുന്നത്. ഭൂമിയിൽ കണ്ടിട്ടുള്ള യാതൊരു വിമാനത്തെയും സ്വാഭാവിക പ്രതിഭാസത്തെയും പോലെ ഇവ പെരുമാറുന്നില്ല. മനുഷ്യർ സ്വാഭാവികമായി നിമിഷം നിൽക്കുന്നു, മാറ്റം സംഭവിക്കുന്നതായി ബോധ്യപ്പെടുമ്പോൾ അതിൻ്റെ കാരണം ലജ്ജികമായി വിശദീകരിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രാചീന രേഖകളും ആധുനിക ദൃശ്യങ്ങളും കൃത്യമായി ഒത്തുചേർന്നു. അതിലൂടെ കാലത്തിൻ്റെ അകല ഇല്ലാതാകുന്നു. ചിഹ്നങ്ങൾ സമീപത്തുള്ളതിനെ പ്രതികരിക്കുന്നതുപോലെ പ്രവർത്തിക്കുന്നു. ഇത് യാദൃച്ഛികതയല്ല, മറിച്ച് സജീവമാക്കലാണെന്ന് സൂചിപ്പിക്കുന്നു. ചരിത്രം നേരിയോ പുരോഗമനപരമോ അല്ല, മറിച്ച് ചക്രാകൃതിയാണെന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. ഈ ശിഷ്ടങ്ങൾ രേഖപ്പെടുത്തിയ ചരിത്രത്തിന് മുമ്പ് തന്നെ സമാനമായ സംഭവങ്ങൾ കണ്ടിട്ടുള്ളതുപോലെയാണ് തോന്നുന്നത്. ആധുനിക നഗരങ്ങൾ അറിയാതെ തന്നെ മുമ്പ് വിശദീകരിക്കാനാവാത്ത തകർച്ചകളിൽ കണ്ട പാറ്റേണുകൾ ആവർത്തിക്കുന്നു. പരിചിതമായ ശാസ്ത്രീയ ഘടനകളെ മറികടക്കുന്ന സംഭവങ്ങൾ വിവരണം ചെയ്യാൻ ഭാഷ ഇറ്റ്സെൽഫ് പോരായ്മ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ പാതകൾ വീണ്ടും നക്ഷത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. വളരെ കാലം മുമ്പ് രേഖപ്പെടുത്തിയ വഴികൾ പിന്തുടർന്ന് ഭയവും തിരിച്ചറിവും മനുഷ്യന്റെ കണ്ണുകളിൽ കലരുന്നു. അതിലൂടെ അവിശ്വാസം മാറിപ്പോകുന്നു. വാതാവരണത്തിലെ അശാന്തികൾ പ്രകൃതിദത്തമായ കാരണങ്ങളല്ല, പുറം സ്വാധീനം തന്നെയാണെന്ന് സൂചിപ്പിക്കുന്നു. ഒരു വാക്ക് മാത്രം പ്രാചീന ഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ച് ഉദ്ദേശപൂർവം ഊന്നിപ്പറയപ്പെട്ടിരിക്കുന്നു: തിരിച്ചുവരവ്. അറിയുക എന്നത് അതിനെ വഹിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നു, ബോധത്തെ ആശ്വാസത്തിൽ നിന്ന് വേർതിരിക്കുന്നു. ലഭ്യമായ സമയം തുടർച്ചയായി ചുരുങ്ങുന്നതിനാൽ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കേണ്ടി വരും. നിരീക്ഷണം ശക്തമാകുമ്പോഴും ഭൂമി നിർജീവവും കൂടുതലായി അറിയാത്തതുമാണ്. ആത്മാവിൻ്റെ ഓരോ തിരിച്ചുവരവിനും അതേ വഴികളാണ് വഴികാട്ടുന്നത്. ആധുനിക ശാസ്ത്രം ഉണ്ടാവുന്നതിന് മുമ്പേ രേഖപ്പെടുത്തിയവ. ശ്രദ്ധ വീണ്ടും വീണ്ടും പ്രാചീന ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തിയ ഒരൊറ്റ ഉത്ഭവ ബിന്ദുവിലേക്കാണ് ചുരുങ്ങുന്നത്. ഉദയിക്കുന്നതിൻ്റെ വലിപ്പം മനുഷ്യാധിപത്യത്തിൻ്റെ എല്ലാ ഭ്രമവും ഇല്ലാതാക്കുന്നു. സജീവാവുന്നത് ശബ്ദമില്ലാതെ, മുന്നറിയിപ്പോ ചർച്ചയോ ദൃശ്യമായ ആക്രോശമോ ഇല്ലാതെ തന്നെയാണ്. നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്നവനും ഇടയിലെ ദൂരം സ്ഥിരമായി കുറയുന്നു. വേർതിരിവിന്റെ എല്ലാ ബോധവും നീക്കം ചെയ്യുന്നു. കാലം മനുഷ്യരാശിയുടെ ഏറ്റവും വലിയതും അന്തിമവുമായ പരിധിയായി മാറുന്നു. നിശബ്ദത താൽക്കാലികമായി മനസ്സിലാക്കലിനെ വൈകിപ്പിക്കാമെങ്കിലും സംഭവങ്ങൾ പുരോഗമിക്കുന്നത് തടയാൻ കഴിയില്ല. കാരണം കഥയുടെ നിയന്ത്രണം, കൂറ്റൻ ഡേറ്റ, ആഗോള സെൻസർ കണ്ടെത്തലുകൾ, സ്ഥിരീകരിച്ച നിരീക്ഷണങ്ങൾ, ശാസ്ത്രീയമായി യാതൊരു സ്ഥാപനത്തിനും അടിച്ചമർത്താനോ നിഷേധിക്കാനോ എണ്ണാനോ കഴിയാത്ത സംഭവങ്ങൾ എന്നിവയുടെ അടിയിലാണ് തകർന്നുപോകുന്നത്. മനുഷ്യരാശി ഒരുമിച്ചു നിൽക്കുന്നു, സ്വാഭാവികവും വാക്കുകൾ ഇല്ലാത്തതുമായൊരു ബോധം പങ്കുവെച്ച്. ഭൗതിക നിയമങ്ങൾ കൂടുതൽ അസ്ഥിരമാകുന്നുവെന്ന തോന്നലോടെ യാഥാർത്ഥ്യം വലിച്ചിഴക്കപ്പെടുന്നു. ശക്തി ശാന്തായി, ആക്രോശമോ പ്രഖ്യാപനമോ ഇല്ലാതെ തന്നെ വെളിപ്പെടുന്നു. ആദ്യമായാണ് മനുഷ്യരാശി നിയന്ത്രണം ഒരിക്കലും നമ്മുടേതായിരുന്നില്ലെന്ന് തിരിച്ചറിയുന്നത്.